അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച് 24 മണിക്കൂർ പിന്നിട് മുൻപ് തന്നെ ഗാസയിൽ ആക്രമണം വിപുലമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ. വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഹമാസിന്റെ പ്രതികരണത്തിന് പോലും കാത്തുനിൽക്കാതെ ഗാസയിൽ ആക്രമണത്തിന് വട്ടം കൂട്ടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഗാസയിൽ നിലവിൽ താമസിക്കുന്നവർക്ക് ഇസ്രായേൽ സൈന്യം അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ഏറെ താമസിയാതെ ഗാസ നിവാസികൾ തെക്കൻ പ്രദേശത്തേക്ക് പലായനം ചെയ്യണമെന്നാണ് മുന്നറിയിപ്പ്. പലായനം ചെയ്യാതെ ഗാസയിൽ തുടരുന്നവരെ ഭീകരവാദികളായി കണക്കാക്കുമെന്നുകൂടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഹമാസ് പ്രവർത്തകരെ ഗാസ സിറ്റിയിൽ ഒറ്റപ്പെടുത്താനുള്ള അവസാന അവസരമാണ് ഇതെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഗാസ നഗരത്തിന് നേർക്കുള്ള സൈനിക ഉപരോധം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ ഇതിലൂടെ ചെയ്യുന്നത്. അന്ത്യശാസനത്തിന് പിന്നാലെ തെക്കൻ ഗാസയിൽ നിന്ന് വടക്കൻ പ്രദേശത്തേക്കുള്ള അവസാനത്തെ വഴിയും ഇസ്രായേലി പ്രതിരോധ സേന അടയ്ക്കുകയും ചെയ്തു. അൽ റഷീദ് സ്ട്രീറ്റിലൂടെ വടക്കൻ മേഖലയിലേക്കുള്ള ഗതാഗതം അവസാനിപ്പിച്ച സൈന്യം തെക്കൻ പ്രദേശത്തേക്കുള്ള പാത തുറന്നിട്ടുണ്ട്. ഗാസ നഗരത്തിൽ നിന്ന് തെക്കൻ പ്രവിശ്യയിലേക്ക് പലായനം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് തെക്കൻ പ്രദേശത്തേക്കുള്ള പാത തുറന്നത്. ഗാസ സിറ്റി വളഞ്ഞ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കുകയും ചെയ്തു. ബുധനാഴ്ച ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ 35 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് റെഡ് ക്രോസ് പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള പാതയിലാണ് തങ്ങളെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. പക്ഷേ എന്നിട്ടും വെടിനിർത്തൽ നിർദ്ദേശങ്ങളോട് ഹമാസ് പ്രതികരണം അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഗാസയിൽ അക്രമം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. ഗാസയിലേക്ക് അവശ്യവസ്തുക്കളുമായി പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയുടെ കപ്പലുകളെ ഇസ്രായേലി നാവികസേന തടയുന്ന സ്ഥിതിവിശേഷവുമുണ്ടായി. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ളവരെ സൈന്യം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. GSFന്റെ ഭാഗമായ നിരവധി കപ്പലുകൾ സുരക്ഷിതമായി തടഞ്ഞ് കപ്പലിലുണ്ടായിരുന്നവരെ തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ നാവികസേന കപ്പലുകളിൽ പ്രവേശിച്ച് തത്സമയ ആശയവിനിമയം വിച്ഛേദിച്ചതായി ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലെയും സ്ഥിരീകരിച്ചു. ഗാസയിലെ ഇസ്രായേലിന്റെ നിയമവിരുദ്ധ ഉപരോധം അവസാനിപ്പിക്കുക, മാനുഷിക സഹായം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ല സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്നും യാത്ര ആരംഭിച്ചത്. 44 രാജ്യങ്ങളിൽ നിന്നുള്ള 50-ലധികം ചെറു കപ്പലുകളുടെ കൂട്ടമാണ് ഫ്ലോട്ടില്ല. പാർലമെന്റ് അംഗങ്ങൾ, അഭിഭാഷകർ, ആക്ടിവിസ്റ്റുകൾ, സെലിബ്രിറ്റികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 300-ലധികം പേർ കപ്പലിലുണ്ട്. വ്യാഴാഴ്ച രാവിലെ സഹായവുമായി ഗാസയിൽ ഫ്ലോട്ടില്ല എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ഇന്നലെ ഗാസ തീരത്തോടടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഫ്ലോട്ടില്ല പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കപ്പൽ തടയുന്ന സ്ഥിതിയുണ്ടായത്. അതിനിടെ വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടന്നതായി IDF ആരോപിച്ചു. 4 റോക്കറ്റുകൾ വ്യോമ പ്രതിരോധ സേന തകർത്തുവെന്നും 1 റോക്കറ്റ് തുറസായ സ്ഥലത്ത് വീണതായും റിപ്പോർട്ടുകളുണ്ട്. അഷ്ദോദിലും നിറ്റ്സാനും ബീച്ച് ഉൾപ്പെടെയുള്ള സമീപ പ്രദേശങ്ങളിലും വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങിയിരുന്നു. ഇസ്രായേലിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിവാസികൾ സ്ഫോടന ശബ്ദം കേട്ടതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന പദ്ധതിയാണ് അമേരിക്ക ഗാസയിലെ വെടിനിർത്തലിനായി തയ്യാറാക്കിയിട്ടുള്ളത്. സമാധാന പദ്ധതി സംബന്ധിച്ച് പ്രതികരണം അറിയിക്കാൻ ഹമാസിന് 4 ദിവസത്തെ സമയവും അമേരിക്ക അനുവദിച്ചിരുന്നു. അതിനുശേഷവും പ്രതികരണം നോ എന്നാണെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരം നോയാണെങ്കിൽ അത് ദുഃഖകരമായ അന്ത്യത്തിലേക്ക് കാരണമാവുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസ സമാധാന പദ്ധതിയിൽ ചർച്ചയുണ്ടാവുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ട്രംപിന്റെ പ്രത്യേക താൽപര്യത്തിൽ US-ന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് സമാധാന പദ്ധതി തയ്യാറാക്കിയത്. UN ജനറൽ അസംബ്ലിക്കായി US-ലെത്തിയ വിവിധ അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് പദ്ധതിയുടെ കരട് കൈമാറിയതായാണ് സൂചന. പ്രധാന അറബ് രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വിറ്റ്കോഫിനെ തന്നെ അവരുമായി സംസാരിക്കാനും നിയോഗിച്ചിരിക്കുകയാണ്. ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിച്ച് പ്രദേശം ഏറ്റെടുക്കാൻ താൽപര്യമറിയിച്ച് ട്രംപ് തന്നെ ഫെബ്രുവരിയിൽ നടത്തിയ വിവാദ പ്രസ്താവനയിൽ നിന്നുള്ള പിന്നാക്കം പോകലിന്റെ സൂചനകളും പദ്ധതിയുടെ കരടിലുണ്ട്. ഹമാസിനെ നിരായുധീകരിച്ച് പലസ്തീനികളെ ഗാസയിൽ തന്നെ തുടരാൻ പ്രാപ്തരാക്കുന്ന വിശാലമായ പദ്ധതിയിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള പാതയും തുറക്കുന്നുണ്ട്. നിരായുധീകരണവും ദ്വിരാഷ്ട്രവും ഹമാസിനും ഇസ്രായേലിനും എതിർപ്പുള്ള കാര്യമായതിനാൽ അമേരിക്കയുടെ സമാധാന പദ്ധതി എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നും കണ്ടറിയണം.